കൃത്യമായി പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾ നടത്താതെ വികസനത്തിൻ്റെ പേരിൽ വൻകിട പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അത് പ്രകൃതിയുടെ മേലെ ഏൽപ്പിക്കുന്ന ആഘാതവും പ്രത്യാഘാതങ്ങളും 2018-ലും 19-ലും പ്രളയത്തിൻ്റെ രൂപത്തിലും പിന്നീട് കൊണ്ടുണ്ടായ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ രൂപത്തിലും അനുഭവിച്ചറിഞ്ഞവരാണ് മലയാളികൾ. എന്നാൽ ഇതൊന്നും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തെയോ ഭരണവർഗത്തെയോ അധികൃതരെയോ ഒരു പാഠവും പഠിപ്പിക്കുന്നില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് കോട്ടയത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വൻകിട പദ്ധതി. കോട്ടയം കഞ്ചിക്കുഴി കളത്തുകടവിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്ത് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങളിലുള്ളത് കോട്ടയത്ത് പ്രമുഖ ബിൽഡർമാരായ വെക്സ്കോ ഗ്രൂപ്പ് പടുത്തുയർത്തുന്ന ആധുനിക കൺവെൻഷൻ സെന്ററും അതിനോട് അനുബന്ധിച്ചുള്ള ഒരു 4 സ്റ്റാർ ഹോട്ടൽ സമുച്ചയവുമാണ്. ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ ബിൽഡർമാർ തന്നെ പുറത്തിറക്കിയ 3D വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അതിമനോഹരമായ പദ്ധതി, പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷത്തിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കിയ ഒരു കൺവെൻഷൻ സെന്ററും 4 സ്റ്റാർ ഹോട്ടൽ. എന്നാൽ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ഇനി വരുന്ന ദൃശ്യങ്ങളിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഏക്കർ കണക്കിന് തരിശു കിടന്ന പാടശേഖരങ്ങളാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി മണ്ണിട്ട് നികത്തിയെടുക്കുന്നത്. ഇതിനെതിരെ ശബ്ദമുയർത്തുവാൻ ഒരു രാഷ്ട്രീയ നേതാവും ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല എന്നതാണ് കൗതുകകരമായ വസ്തുത. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഒരു കൂര വയ്ക്കുവാൻ വേണ്ടിയോ ഒരു ചെറുകിട സംരംഭകൻ ഒരു സംവിധാനം പണിതുയർത്തുവാൻ വേണ്ടിയോ ചതുപ്പ് നിലത്ത് 10 ലോഡ് മണ്ണടിച്ചാൽ കൊടികുത്തുന്ന ധാരാളം രാഷ്ട്രീയ പാർട്ടികളുള്ള കോട്ടയത്താണ് ഇത് നടക്കുന്നത്. ഒരു കുട്ടി സഖാവോ ഒരു ഖദർദാരിയോ ഒരു ദേശസ്നേഹിയോ കാവ്യ ഉടുത്തവനോ ഒന്നും ഇവിടെ പ്രതിഷേധവുമായി എത്തുന്നില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. ഇതിന് പിന്നിൽ വ്യക്തമായ അഴിമതിയുണ്ട്. ഇനി അധികാരി വൃന്ദങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, അധികൃതരെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന തണ്ണീർത്തട സംരക്ഷണ നിയമം നടപ്പിലാക്കുവാൻ ബാധ്യസ്ഥരായ കളക്ടറുണ്ട്, RDOയുണ്ട്, ADMമാരുണ്ട്, തഹസിൽദാർമാരുണ്ട്, വില്ലേജ് ഓഫീസർമാരുണ്ട്, മുനിസിപ്പൽ അധികൃതരുണ്ട്. ഇവരാരും ഈ പദ്ധതിക്കെതിരെ ചെറുവിരൽ പോലും അനക്കുന്നില്ല. ചിലർ പറയുന്നത് ഈ പദ്ധതി വന്നാൽ വൻ വികസനം വരുമെന്നും കോട്ടയത്തിൻ്റെ മുഖച്ഛായ മാറുമെന്നുമൊക്കെയാണ്. യഥാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ടത് ഇത്തരത്തിലൊരു വികസനമാണോ നമുക്ക് ആവശ്യം? നമ്മുടെ മുമ്പിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. 2 മണിക്കൂർ നിർത്താതെ മഴ പെയ്താൽ വെള്ളത്തിലടിയിലാകുന്ന ചെന്നൈ, ബാംഗ്ലൂർ, കൊച്ചി പോലുള്ള മെട്രോ നഗരങ്ങളുടെ പാഠങ്ങൾ. ഒരു വേനൽക്കാലത്ത് ചെടി നനച്ചാലോ വാഹനം കഴുകിയാലോ അത് ചെയ്യുന്നവർക്ക് മേൽ 5000-ഉം 10,000-ഉം ഫൈൻ ഈടാക്കുന്ന ബാംഗ്ലൂർ മാതൃകയിലും ചെന്നൈ മാതൃകയിലുമുള്ള വികസനമാണോ നമ്മുടെ കോട്ടയത്ത് നടപ്പാക്കേണ്ടത്? ഇത്തരത്തിൽ ജീവിക്കാൻ കൊള്ളാത്ത, ജീവിക്കാൻ പറ്റാത്ത ഒരു നാടായി, പ്രകൃതിക്ഷോഭങ്ങളുടെ ഒരു നാടായി ഈ ചെറുകിട ജില്ലയെ മാറ്റിയെടുക്കേണ്ടതുണ്ടോ? അത്തരത്തിലാവണമോ നമ്മുടെ വികസനം? ഒരു കാര്യം ഞങ്ങൾ പ്രേക്ഷകരോട് തുറന്നു പറയുകയാണ്. ധാരാളം രാഷ്ട്രീയക്കാരുടെയും അധികാരികളുടെയും കീശ നിറച്ച ഒരു പദ്ധതിയാണ് വെക്സ്കോയുടെ ഈ പാടശേഖരം നികത്തി നിർമ്മിക്കുന്ന വൻകിട കൺവെൻഷൻ സെന്ററും 4 സ്റ്റാർ ഹോട്ടലും. കൂടുതൽ പിന്നാമ്പുറ കഥകൾ ഞങ്ങൾ നിങ്ങളുമായി ഉടനടി പങ്കുവയ്ക്കുന്നതാണ്. അതുവരെ നന്ദി.